ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു പ്രഭാതം തന്ന് നമ്മ എല്ലാവരും അനുഗ്രഹിച്ച തമ്പുരാന് ആദ്യം തന്നെ നന്ദി പറയുകയാണ് കേട്ടോ. തമ്പുരാൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ എനിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ പേര് റീന എന്നാണ്. ഞാൻ യൂട്യൂബിൽ കുഞ്ഞൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എന്താ പറയണ്ടത്, അതിൽ പാട്ടിൻ്റെ കാര്യങ്ങളാണ്, പാട്ടാണ് അതിൽ ഞാൻ ഇടുന്നത്. പിന്നെ അതിൽ കുഞ്ഞു വാവയുടെ ഫോട്ടോസൊക്കെ ഇടുന്നത്, മോളുടെ കുട്ടിയുടെയാണ് കേട്ടോ അത് വീഡിയോസൊക്കെ ഇടുന്നത്. പിന്നെ പാട്ടിനോട് എന്താ പറയണ്ട, പാട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ജീവനാണ് പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെ. ഡിവോഷണൽ സോങ് ആണ് കൂടുതൽ ഇത്. കാരണം ചെറുപ്പം തൊട്ടേ പാട്ടിനോട് ഇഷ്ടമാണ്, പാട്ട് പാടും. ചെറുപ്പം തൊട്ട് തന്നെ പള്ളിയിലും പാടും. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ അപ്പച്ചനാണ് പാട്ട് എന്നെ പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. അപ്പച്ചൻ ഇന്നിപ്പോൾ ഇല്ല. അപ്പച്ചൻ മരിച്ച് 2018 മരിച്ച്. പിന്നെ അപ്പച്ചൻ പാടിയിട്ടാണ് ഞാൻ പഴയ പാട്ടുകളൊക്കെ, ഈ പുലയനാർ മണിയമ്മ, കൊന്നപ്പൂ നിറമുള്ള അങ്ങനെയുള്ള പാട്ടുകളെല്ലാം അന്നാളിലെ എപ്പോഴും അപ്പച്ചനിങ്ങനെ പാടുമായിരുന്നു പാട്ട്. അപ്പം അങ്ങനെ കേട്ട് എൻ്റെ മനസ്സിൽ സേവാണ്. അപ്പോൾ ആ പാട്ടുകളൊക്കെ ഇപ്പോൾ പാടുമ്പോഴാണെങ്കിലും സത്യത്തിൽ സങ്കടമുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അപ്പച്ചൻ അങ്ങനെ അന്ന് പഠിപ്പിച്ചതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ഇങ്ങനെ എൻ്റേതായിട്ടുള്ളൊരു ഭാവനയിലാണെങ്കിൽ എനിക്ക് ഓരോ പാട്ട് ഇപ്പോൾ പാടണം അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ തമ്പുരാനോട് നന്ദി പറയുന്നത്. അപ്പച്ചനെ ഞാൻ മനസ്സിൽ ഓർക്കലുണ്ട് എപ്പോഴും. എന്നുവെച്ചാൽ അത് നമുക്കൊരിക്കലും മറക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെയാണെങ്കിലും കുറേ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ വലിയ ക്ലാരിറ്റി ആയിട്ടുള്ള ഇതൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു സ്റ്റാൻഡിൽ ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഈ സ്റ്റാൻഡ് നേരത്തെ ഇവിടെ എസ്മി ഉള്ളി പാട്ട് പാടുമായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് നമുക്കിപ്പോൾ എന്താ പറയണ്ട, മനസ്സിന് മാനസിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഇങ്ങനെയുള്ളൊരു ഇതൊക്കെ വരുമ്പോഴത്തേക്കും നല്ലതാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഞാൻ ഇത് സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇത് 1 കൊല്ലത്തിന് മേലായത്. ഇന്നാണ് ഞാനിപ്പോൾ ഈ സ്റ്റാൻഡ് പൊടി തട്ടി എടുത്ത് സ്റ്റാൻഡിൽ വെച്ച് പറയുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല. എൻ്റെ കൂട്ടുകാർ പറഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ റീന നീ നേരെ നോക്ക്, താഴേക്ക് നോക്കിയിട്ട് വീഡിയോ ചെയ്യല്ലേ, നേരെ നോക്കി ചെയ്യണം, നേരെ അത് കുറച്ച് പൊക്കത്തിൽ വെക്കണം. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ ഇന്നിപ്പോൾ രാവിലെ പള്ളിയിൽ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇത് പൊടി തട്ടിയെടുത്ത് സെറ്റാക്കി വെച്ച്. ഇപ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇപ്പോൾ കാണാൻ സമയമില്ല എങ്കിൽ പിന്നീടാണെങ്കിലും കാണണം. കണ്ട അഭിപ്രായങ്ങൾ ഞാനിടുന്ന വീഡിയോയിൽ പാട്ടിൻ്റെ ആയാലും കുഞ്ഞിൻ്റെയൊക്കെ ആണെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറയണം. അപ്പോൾ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. ഇനി എന്താ പറയണ്ട, കൂടുതലായിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സമയവും കളയുന്നില്ല കേട്ടോ.